ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മളൊരു യാത്ര പോകട്ടോ. എങ്ങോട്ടല്ല, നമ്മൾ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് ഞായറാഴ്ച കുട്ടികൾക്കൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. എങ്കിലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് വെള്ളച്ചാൽ അറിയും അയ്യായ. അപ്പോൾ ഒരു എന്താ പറയുക, അവിടെ ഒരു പഴയ നരിമട എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ. അപ്പോൾ ഇപ്പോൾ അത് നല്ല സെറ്റപ്പ് ആക്കിയാണ്. അവിടെ പാർക്കും കാര്യങ്ങളും കുട്ടികൾക്കൊക്കെ ഉള്ള സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകുന്നേരം 4 മണി ആയിക്കണിട്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടെ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. അവിടെ എത്തി ഞങ്ങൾ പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ അയൽവാസിയിലെ റിസ്യാത്താൻ്റെ കാറിലായിട്ടാണ് പോയത്. അപ്പോൾ ഇറങ്ങിയ സമയത്ത് റിസ്യാത്ത് പറഞ്ഞു ഞാനും ഉണ്ട് നിങ്ങളപ്പം, ഏതായാലും എൻ്റെ മോളൊക്കെ പോയിക്കണം, അപ്പം ഞാനും വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം നോക്കെ ഞങ്ങൾ പോവാം, ഞങ്ങളെ കാറിൽ പോവാമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് പോയി, കാറിൽ പോയി. പിന്നെ അതേപോലെ നാത്തൂൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോട് അങ്ങോട്ട് എത്താൻ പറഞ്ഞു. എല്ലാവരും കൂടി കാറിൽ പോവില്ലല്ലോ. അപ്പം ഞങ്ങൾ നേരെ പോയത്, അതായത് എൻട്രി പാസ് ഉണ്ട് കേട്ടോ. അത് അവിടുന്ന് ഫസ്റ്റ് സ്റ്റാൻഡ് എടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറ്റുള്ളൂ. അപ്പോൾ ഒരാൾക്ക് 20 രൂപയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 9 പേരുണ്ടായിരുന്നു കേട്ടോ. 9 പേർക്കും ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കയറി. 3 വയസ്സിന് താഴെയുള്ള ഒരു ടിക്കറ്റ് വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും നേരെ പോയത് നരിമട സ്ഥലത്തേക്കാണ് കേട്ടോ. പണ്ട് കണ്ടതാണെന്ന് വെച്ചാൽ സ്കൂൾ പഠിക്കുന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ. അന്ന് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുണ്ട് ഇതിൽ. പിന്നെ അതിന് ശേഷം പിന്നെ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഇവിടെ ഭയങ്കര കാട് പിടിച്ചൊരു സ്ഥലമായിരുന്നു. പിന്നെ ഒരുപാട് കാടും ഇതൊക്കെ അവിടുന്ന് അവർക്ക് വൃത്തിയാക്കി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നരിമടേൻ്റെ ഉള്ളിലേക്കാണ് ഞങ്ങൾ ഈ നടന്നു പോണത്. നടന്നു പോകും തോറും ഭയങ്കര ഇരുട്ടാണ് അവിടെ. പക്ഷെ ഒരുപാട് ദൂരം നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ കുറച്ച് ഭാഗമേ അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ഇരുട്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നപ്പോഴത്തേന് ഭയങ്കര സ്മെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ജന്തുക്കളും ഒക്കെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങുന്ന സ്ഥലമാണ് രാത്രി സമയത്തൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണത്. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നുകൊണ്ട് വേഗം മേലേക്ക് കയറി പോന്നു ഞങ്ങൾ. പിന്നെ കുട്ടികൾ ഇതാ കളിക്കുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികളെല്ലാവരും ഇതിൽ കറങ്ങുന്നുണ്ട്. എൻ്റെ മോള് ഒരു പ്രാവശ്യം കറങ്ങിയിട്ടുള്ളൂ. പിന്നെ പൊതിനോള് ഭയങ്കര കരച്ചിലായി. അവൾക്ക് ഇതൊക്കെ ഭയങ്കര പേടിയാണ്. ഇളച്ചൻ്റെ മോളും എൻ്റെ വലിയ മോളും ഇതാ നല്ല ഉഷാറായിട്ട് ഓരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിൽ ഒരുപാട് പ്രാവശ്യം ഒരു കറങ്ങിന് ശേഷം പിന്നെ ഞങ്ങൾ വേറൊരു സംഭവം ഇതാ ഇതിങ്ങനെ ഇതിലിൻ്റെ മോളും കയറിയിരിക്കണം കേട്ടോ. പിന്നെ ഈ സംഭവം സീസോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും കുട്ടികൾക്ക് നല്ല രസമായി. ഏതായാലും ഈ വെക്കേഷൻ ഏതായാലും അവർക്ക് അടിപൊളിയായിട്ടോ. പിന്നെ നമ്മൾ ദൂരം സ്ഥലമൊന്നുമല്ല, നമ്മൾ അവിടുന്ന് എടുത്ത് എത്താൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. ലോങ് ഒന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് നേരം അവിടെ നിന്ന് പിന്നെ ഒരിക്കുള്ള വെള്ളം പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കൊടുത്ത് അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒരു 6 മണി മഗ്‌രിബ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നപ്പോഴേ എടുത്ത കാർ റേസിംഗ് ആണ് സംഭവം. ഇതിന് 2 റൗണ്ടിന് 50 രൂപയുണ്ട് ഒരാൾക്ക്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ഈ വേറൊരു ഗേറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അതൊരു കോംബോ ആണെങ്കിൽ ഒരാൾക്ക് 70 രൂപയാണ്. അതല്ല ഓരോന്നിലും നമ്മൾ കയറുകയെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 30 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കോംബോ എടുത്ത് കുട്ടികൾ അതിൽ കയറിക്കോട്ടെ. ഈ സംഭവത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ ഇതവർക്ക് കയറാൻ പറ്റണില്ല, പെട്ടെന്ന് വീഴുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും കാശ് പോവും, മറ്റേ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൽ കയറിക്കോളിയെന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും അവരൊക്കെ നല്ല അടിച്ച് പൊളിച്ച് ഏതായാലും രസമായി. അങ്ങനെ ഉമ്മാക്ക് ഉമ്മ പറഞ്ഞിനോട് ഞങ്ങൾ പെട്ടെന്ന് പോവാൻ കുട്ടികളെ വേരൻ്റെ അവർക്ക് ഭയങ്കര രസമായും ചെയ്ത് സംഭവം. അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ചിതാ സ്വിമ്മിങ് പൂളിൻ്റെ ഉള്ളിൽ ഈ പെണ്ണാണ് കേട്ടോ ഇരിക്കണത്. ഇത് അവിടുത്തെ ചേച്ചിയാണ്. അങ്ങനെ കുറച്ച് നേരം ഇരുട്ടായപ്പോഴത്തേന് പിന്നെ അവരവിടുന്ന് എന്ത് ചെയ്തു, സമയമായി കഴിഞ്ഞിരിക്കണമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതിൽ വെള്ളത്തിൽ കുറേ നേരം തുഴഞ്ഞ് അതും കുറച്ചൊക്കെ കളിച്ചതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോരാൻ മഗ്‌രിബ് തെറ്റൂലെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ, അസ്സലാമു അലൈക്കും.